അവൻ ആദ്യം ഇവനെ പമ്മി നിന്ന് എല്ലാ അടിയെല്ലാം കൊണ്ടിട്ടേ സിനിമയ്ക്കകത്ത് നായകന്മാർ കാണിക്കുന്ന പോലെ ലാസ്റ്റ് കുറേ കീറം കൊടുത്ത് വിട്ടുപോയി. ഇപ്പം വരാൻ പേടിയാ മറ്റവനിങ്ങോട്ട്. പമ്മി വരുന്നുണ്ട്. ഇവൻ മര്യാദയ്ക്ക് അവൻ വന്ന് കയറി കൊടുക്കും, എന്നിട്ട് അവസാനം പണിയും മേടിച്ചോണ്ട് പോകും.
സുബാ കൂട്ടിപ്പോ കൂട്ടിപ്പോക്കോ പോയി കൂട്ടി കയറ പോയി കൂട്ടി കയറി കിടക്കടാ പോടാ പോക്കോ 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 പോക്കോടാ കയറി കിടന്നോ കിടന്നോ പോയി ഓക്കോ കയറ 2 ദിവസമായിട്ട് രാവിലെയൊക്കെ ആ തള്ളപ്പെട്ടി വന്ന ആ കുളത്തിൻ്റെ സൈഡിൽ അതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളെ ഒറ്റ ഒന്നത്തിനെ പോലും പിന്നെ കണ്ടിട്ടില്ല, ഒച്ചയും കേട്ടിട്ടില്ല എൻ്റെ ഒന്നും. അവിടെ ഒരു നമ്പറില്ല, 9 നമ്പർ കിടക്കുന്നതിനകത്ത്. ഞാൻ വിളിക്കാനായിട്ട് വിളിച്ച് നോക്കിയപ്പോൾ പ്രധാനമന്ത്രിയുടെ 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മാസം പൈസ കിട്ടും. എന്തിന്? അതല്ല പെൻഷൻ കിട്ടുന്നത്. അല്ലടി, പിന്നെ അക്ഷയ പോയിട്ട് അത് 70 അല്ല പോയായിരുന്നല്ലോ. പോയിട്ട് എന്നോട് ഒരു പിന്നെ പ്രധാനമന്ത്രിയുടെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, 2000 അങ്ങനെ അങ്ങോട്ട് കിട്ടുന്നുണ്ട്. അതിപ്പോ പുഷ്കളയോ അവരൊക്കെ മേടിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു പോവാൻ, നിന്റെ അമ്മായിമ്മ എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്താ പോകാഞ്ഞേ? ആദ്യം പോകണ്ടാണല്ലോ, അതിന് നേരമില്ലായിരുന്നോ? ഓ, എനിക്ക് ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഞാനിപ്പോ 2 സംഗതിക്ക് പോകണം. ഈ താഴെ ഇറങ്ങണേ അമ്മയ്ക്ക് വണ്ടിക്കൂലി വേണോ? അല്ലടി, അതിന് തന്നെയല്ല, എനിക്ക് ആ ചിറ്റടിയിൽ പോയിട്ട് എന്റെ ഇത് ശരിയാക്കാനുണ്ട്. അപ്പൊ ഏത് എന്റെ പൊന്ന് ശ്യാമളമ്മ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്യണം, എനിക്ക് ദേഷ്യം നിൽക്കണം. എവിടെ ഏത് അക്ഷയയിലാമ്മ മണിക്കൂറോളം ക്യൂ നിൽക്കണേ? പുത്തൻചന്തയിലുണ്ടമ്മേ, അത് നല്ല, അവിടുത്തെ അക്ഷയ നല്ലതാണ്. അക്ഷയ എല്ലാ കേസും ചെയ്യുന്ന ഇപ്പൊ നിന്നാലല്ല ക്യൂ. ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നിന്നാ എന്നാ ക്യൂ? കൊച്ചു കുറച്ച് കഴിയുമ്പോ സ്കൂളിൽ നിന്ന് വരുമോ? ബിവറേജ് അയ്യോ, എനിക്ക് വയ്യ, ഞാൻ നിർത്തി, പരിപാടി നിർത്തിയേ. അതെ, പെങ്ങൾക്ക് വേണ്ടിട്ട് ആരോരും വന്നിട്ടുണ്ട്. ചെറുക്കനെ പറ്റി ഒന്ന് അറിയാം. ഒരു കുഴപ്പമുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ കെട്ടിച്ചു കൊടുത്താൽ പറഞ്ഞു. അമ്മ കൊള്ളാന്ന്, പട്ടിണി കിടക്കുകയെന്ന് പറഞ്ഞു. ചെറുക്കൻ കൊള്ളത്തില്ല, അമ്മ കൊള്ളാം. അല്ല, അങ്ങനെയല്ലേ പറഞ്ഞേ. എന്നറിയോ, പിള്ളേരങ്ങ് പെട്ടെന്ന് പിന്നെ അത് തന്നെ എന്നും അവന്റെ വരവ് ഭയങ്കര പേട്ടെന്ന് വരണ്ടേ. അപ്പൊ പിന്നെ എങ്ങാണ്ട് ആദ്യം എണ്ണീട്ടെങ്കിൽ അമ്മ ഈ ചേട്ടനെ കുഞ്ഞുങ്ങളെ കാണുന്നില്ല. ജോലി സമയമാകും, കൊണ്ടുപോക്കല്ലേ അവിടെ 8 മണിയാകുമ്പോൾ ചിലവാകും. അത് കഴിഞ്ഞ് വെളുപ്പനം നമ്മൾ കഴിഞ്ഞിട്ട് പിള്ളേരെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്നും മനസ്സിലായി ആകാര്യത്തിന്. കപ്പയെല്ലാം പുഴുങ്ങി വെച്ചടി, ഇനി ഇത് വറുത്താൽ മതി. ഉപ്പ്
പ്രതീക്ഷകളാണ് അവനെ കൊണ്ട് കൊണ്ടുചെല്ലാം. ഇത് തന്നെ ഒരു കാര്യം കൊണ്ടുചെല്ലാം. ഇടയ്ക്കിടയ്ക്ക് പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ശ്യാമളമ്മ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ജയച്ചാച്ചനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ചെയ്യും. നിന്റെ അക്കൗണ്ട് എത്ര രൂപ ഉണ്ട് ഇപ്പൊ? ചേട്ടൻ തന്ന പൈസ ചേട്ടന്റെ കാര്യം നോക്കാനാണ് നമ്മൾ. ഞാൻ അതല്ലേ ചോദിച്ചു. ചോദിച്ചാ നിന്റെ അക്കൗണ്ട് എന്നാ ഉണ്ട്? ചേട്ടന് തന്ന പൈസ ജയച്ചാന്റെ തന്നല്ല, നിന്റെ അക്കൗണ്ട് എത്ര പൈസ ഉണ്ട്? ഉത്തരം കറക്റ്റായിട്ട് പറ, ഉത്തരം കൃത്യമായിട്ട് പറ. എന്റെ അക്കൗണ്ടിൽ ആരും ചെക്ക് ചെയ്യണ്ട, ആരും നോക്കിയാൽ വേണ്ട. ഓ തിരിച്ചാവാം. പൈസ എന്റെ കയ്യിൽ കാണും, അത്രേ ഉള്ളൂ. അതിനിപ്പോ അതിനകത്ത് എന്തോ ഒരു കൂടായ്പ. ആ പറച്ചിലിനകത്ത് എന്തോ ഒരു എന്തോ ഒരു കൂടായ്പുണ്ട്. ഞാനിപ്പോ എന്റെ അക്കൗണ്ട് ഞാൻ ഇപ്പൊ പറയാം. എന്റെ അക്കൗണ്ട് എന്നാ ഉണ്ടെന്ന് ഞാൻ പറയാം. നിന്റെ അക്കൗണ്ട് എത്ര ഉണ്ടെന്ന് നീ പറയാം. ചേട്ടന്റെ അക്കൗണ്ടിൽ എന്നാ പറയൂ. ഞാൻ പറയാം. ഇപ്പൊ ഫോൺ ഉണ്ടല്ലോ, ഇപ്പൊ എടുത്ത് തരാം. എനിക്ക് മറക്കേണ്ട കാര്യമല്ല. എനിക്ക് നോക്കേണ്ട കാര്യം ചേട്ടൻ ഒരു കാര്യം എന്റെ തന്നെ ആ കാര്യം അല്ല അതെല്ലാം ചെയ്തു. ഇനിയിപ്പോ നിന്റെ അക്കൗണ്ട് എന്നാ ഉണ്ട് നീ കാണിക്കുക, ഞാൻ എന്നെ കാണിക്കാം. നീ കാണിക്കുവോ? അപ്പൊ ആരായി ആരാരായി ഇതാ എനിക്ക് അവിടെ ഗേറ്റ് വേഴി വയലുണ്ട്. ആ ലോലിപ്പ എവിടെയാടി പോന്നേ? ആ ഞാൻ ഇറങ്ങി. സംഘത്തിലെ അമ്മയെടുത്ത് ഒരു തന്നെ കുറെ കണക്കുക. പാസ്വേഡ് നോക്കി അങ്ങോട്ട് നിനക്ക് പാസ്വേഡ് പറ്റത്തുള്ളൂ. അവിടെ ഒന്നേ രണ്ടേ പഠിക്കുമോ? ഒരു 1-2 വേണ്ട, അവൾക്ക് പാസ്വേഡ് അറിയാൻ. അവൾ ടി വിയുടെ പാസ്വേഡ് അടിക്കുന്നത് 1-2 അറിഞ്ഞിട്ടാണോ? എന്നാടി ആരാ എന്നാ വിഷയം എന്നാ? എഴുപട്ടി എഴുപട്ടി ആ എന്തി ആ അവനോട് കിടക്കട്ടെ. അതിനിപ്പോ എന്നാ ജയമ എവിടെ എവിടെയോ ഇതിനാ പോയത് അവര്. ഇവൻ എവിടെ പോയിട്ടും മേടിക്കുവാണല്ലോ തട്ട്. സിംബ വാങ്ങിയോട്ടെ. ഇതുണ്ടോ മര്യാദക്കാരനെ കണ്ടോ നീ? പഠിക്കുക, കണ്ടു പഠിക്കുക. ഡീസൻറ്റ് കേസ് കിടക്കുന്നുണ്ടോ അവിടെ? രണ്ടും ഇവിടെയാണോ? ഒന്നവിടെ ഒന്നവിടെ. ചെറിയ അവനെ ഒന്ന് കുളിപ്പിക്കണം. അവൻ്റെ ദേഹത്ത് അത്രയ്ക്കും ചെള്ള. ഒന്ന് കുളിപ്പിച്ചിട്ട് മാറിയില്ല. ചുപ്പണിയുണ്ട്. കഴിഞ്ഞു. അയ്യോ ചേച്ചാച്ചൻ ഇവിടെ ഉണ്ടല്ലോ. നിന്നോട് ഇന്നലെ നിന്നെ കാണാഞ്ഞിട്ട് എൻ്റെ പൊന്നോ ഉറങ്ങിയില്ലെന്ന് വേണം പറയാൻ. നിന്നെ ഇന്നലെ കാണാഞ്ഞിട്ട് ചേച്ചാച്ചൻ ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് രാവിലെ തൊട്ട് പറയായിരുന്നു വിളിക്കണം വിളിക്കണം. എന്നിട്ട് ഇന്ന് പോകണ്ട, ലീവ് എടുത്തു. നിനക്കിന്നല്ലേ അവധിയുള്ളൂ, അതുകൊണ്ട്. അതെ എന്നുകൊണ്ട് ലീവാക്കിയല്ലേ, ഇപ്പം പോകണ്ട. അവനെ വിളിക്കാമെന്ന് പറഞ്ഞു. ആ പോടാന്ന്. നീ വന്നു നോക്ക്. സത്യം പറഞ്ഞാൽ നീ ശമ്പളം നിങ്ങൾ മേലധികാരല്ല ഇങ്ങനെയാണോ? സത്യം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല.
ഇമാതിരി ഊള സത്യമാവും പ്രത്യേകിച്ചും. എടാ ശ്യാമളമ്മയോട് ഇത് തന്നെ ഞങ്ങൾ പറഞ്ഞത്. വിശ്വസിക്കുക ശ്യാമളമ്മ. എന്നാ ഉറക്കാൻ അവൻ വേണ തുറന്നു കയറി പരിപാടി. അവിടെ കിടന്ന് ഉറങ്ങട്ടാ മനുഷ്യൻ ചുമ്മാ. ഉണ്ടോ ജയചാച്ചൻ പറഞ്ഞിട്ട് വിളിച്ചാന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന പോലും ഇല്ല ഇവൻ. ഇവനെയൊക്കെയാണോ ജയചാച്ചൻ വിളിച്ചു വരുത്തുന്നത്? ഏത് നാരായണി ചോദിച്ചു വേണോന്ന്? നാരായണി ചക്കക്കുരു ഒക്കെ പുഴുങ്ങി തിന്നുന്നോളാം. ഒരു പരിചയമില്ലാത്തല്ലേ കണ്ടോ? എന്നൊക്കെ നാടകമാണ് ഇവിടെ നടക്കുന്നത്. എന്നെ ഇന്നലെ വിളിക്കാണ്ടേ ഇതിനെ കരിപ്പടം നിനക്ക് വീരാറ്റോണ്ട് ഇവിടെ എന്നാ ബുദ്ധിമുട്ടാന്ന് അറിയോ? എടാ ഇന്നലെ നിന്നെ വിളിച്ച് എന്തൊക്കെയോ മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് സങ്കടമായിരുന്നു. എന്നിട്ട് ഇന്ന് വിളിച്ച് മോശമായിട്ട് സംസാരിച്ചോ? കോളം റെക്കോർഡ് ചെയ്തോടെ. ഞാൻ എന്തോരം മാന്യമായിട്ട് എന്തോ സ്നേഹം. നീ അല്ലെന്ന് മോശമായിട്ട് സംസാരിച്ചേ. ജയച്ചാച്ച നിന്നോട് എന്തോ മോശമായിട്ട് സംസാരിച്ചെന്ന് ജയച്ചാച്ചൻ പറഞ്ഞു. ഞാൻ ഓർക്കണ്ടേത് നിനക്ക് അപ്പോഴും വെള്ളം എന്നോട് മോശമായിട്ട് സംസാരിച്ചാട്ടോ എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളോട് എന്നാ ചുമ്മാ തമാശക്ക് എന്നാ തമാശക്ക് പറഞ്ഞായിരിക്കും. ഞങ്ങളോട് പറഞ്ഞത് അവനോട് നീ വരണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. ഇത് പിടിച്ച് വെളിയിലോട്ട് വിടല്ലോ. ഇല്ല നാല് ദിവസം പെട്ടുണ്ടായിരുന്നു. ഒരുപാടല്ല തിങ്കളാഴ്ച മുതൽ ചിലപ്പം ഉണ്ടാക്കിയായിരിക്കും. നിന്നെ മുണ്ട ജയൊക്കെ പറഞ്ഞുണ്ടാക്കിയ എന്നാന്നറിയോ? നിന്നെ ഈരാറ്റുപേട്ടയ്ക്ക് മാറ്റിയെന്ന്. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് നിനക്ക്. അതാ പറഞ്ഞേ അതിന് പറഞ്ഞുണ്ടാക്കിയതാ. അത് പട്ടി ആ വലിയ പട്ടി നമ്മുടെ കോഴിയെ പിടിച്ചു ഇവിടെ വെച്ച് ആ കോഴീനെ ആ ചുമലക്കോഴീനെ അതിൻ്റെ പപ്പെല്ലാം മരിച്ചു കുറച്ച് ഞാൻ ഊട്ടിച്ചിട്ട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ വായിൽ നിന്നിട്ട് ഓടി. അങ്ങനെ വന്നവരെ ഞാൻ ഓടിച്ചിനെ അങ്ങ്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് മുട്ടിനൊക്കെ ആയിട്ട് ഇത് വരുന്നുള്ളായിരുന്നു. ഇപ്പോഴും ഉണ്ട് സാധനം അപ്പുറത്ത് പറമ്പിൽ കിടപ്പുണ്ട്. പക്ഷെ ഇങ്ങോട്ട് കയറി വരികയല്ല ഇപ്പം. അപ്പോൾ എല്ലാ ഞാനോ ഉപദ്രവിച്ചൊന്നുമില്ല, പേടിപ്പിച്ചു, ഓടിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഓടി. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും പിന്നെ പയ്യെ ഇറങ്ങി അതിൻ്റെ കൂടെ അങ്ങ് പോയി. പക്ഷെ ഒരുത്തൻ മാത്രം പോയില്ല, അവനിവിടെ കിടപ്പുണ്ട് കേട്ടോ. ഒരുത്തൻ മാത്രം പോയില്ല, അവനത് ഇവിടെ ഇപ്പോൾ കുളിപ്പിച്ചുകൊണ്ട് കിടത്തിയേക്കുന്നു. അവൻ ഡീസൻറ്റ് ഡിസിപ്ലിൻ കേസാണ്. ഇവിടെ കിടത്തി കഴിഞ്ഞാൽ അവിടെ കിടക്കും. ഇതാണ് അവൻ്റെ താവളം. നനഞ്ഞിരിക്കുകയായിരിക്കും, ചെറിയ നനവ് തോർത്തിയതൊക്കെയാ. ഇതൊക്കെ വളർന്നു വരുമ്പോൾ കണ്ടോണം. കില്ലപ്പട്ടിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലിക്കൊരു കൊല്ലായിരുന്നാ മതി. നാടൻ പട്ടിയാന്ന് പറഞ്ഞു. എന്ത് ചെയ്യും നിങ്ങളുടെ പട്ടി? അവനെ കുളിപ്പിച്ച് അവിടെ കയറ്റിയിട്ടേക്കാം. അവിടെ തന്നെ കിടന്നു. ഒരിടത്ത് കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ എന്നിട്ട് രണ്ട് വഴക്കും പറഞ്ഞാൽ അവിടെ കിടന്നോളും, ഒരു വിഷയമില്ല. വഴക്ക് പറഞ്ഞില്ലെങ്കിലും കിടക്കും. ചിലപ്പോഴൊക്കെ വഴക്ക് പറയേണ്ടി വരത്തുള്ളൂ. ചിലപ്പോൾ അവന് ശാലം തുള്ളലുണ്ട്. എല്ലാം അങ്ങനെ കിടത്തി അങ്ങനെ കിടക്കും. നീ ഇല്ലാതെ എങ്ങനെയാണോ എന്നേൽ നടക്കുമോ? മാറ്റിയല്ല. ഓ ഇല്ല, എപ്പം വന്നാലും അവിടെ കാണും. എന്നാ വല്ലതും വേണോ? ചക്കക്കുരു പിടുങ്ങുന്നുണ്ട്, അത് തരാം. ഉപ്പറ ഉപ്പിട്ട് കുരുമുളക് ഇട്ട് തിന്നണം, അടിപൊളിയാ. ഞങ്ങളെല്ലാം ഏറുമഴത്തെ ഇരുന്ന് ആഘോഷിക്കുമായിരുന്നു, സന്തോഷം. ഞങ്ങളും കഴിച്ചില്ല, ഇപ്പം കഴിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് പോയതേ ഉള്ളൂ. ഇത് നാരായണി ആദ്യം കഴിച്ചു, ഷാമ്പൂ കഴിച്ചു, അങ്ങനെ ഓരോരുത്തർ കഴിച്ചേ ഉള്ളൂ.
നിന്നോട് ആരാ കഴിക്കാൻ പോകാൻ പറഞ്ഞത്? നേരത്തെ കഴിച്ചിട്ട് പോകണമെന്ന്. ഉണ്ണി കണ്ടോ ആ പറമ്പിൽ നിൽക്കുക. അതുകൊണ്ട് പട്ടിയുടെ കറച്ചൊക്കെ ഇപ്പം എത്ര ദിവസം കൂടിയാണെന്നറിയാം. അപ്പുറത്തെ കണ്ട അതെന്നാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ പറമ്പിൽ കയറി കഴിഞ്ഞാൽ ഈ പറമ്പിന് അപ്പുറത്തൊരു പറമ്പുണ്ട്, അതിൻ്റെ അവിടെ ഒരു കയ്യാലയുണ്ട്, അതിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ടാണ് തോന്നുന്നു കാണാൻ പറ്റാത്ത. പക്ഷേ അതിപ്പോൾ വലിയ പട്ടിയുണ്ട് അവിടെ. ഞാൻ ആ വെള്ളപ്പട്ടീനെ എത്ര ദിവസം കൂടി കാണുമെന്നറിയോ? ദേ എന്നാലും ശരിക്കും കാണത്തില്ലായിരിക്കും. ഇത് ആ ഭാഗത്തുണ്ട്. അത് തള്ളയും വെള്ളപ്പട്ടിയുണ്ട്, വേറെ ഒന്നിനും കണ്ടില്ല. ബാക്കിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുക. ഇങ്ങോട്ട് പക്ഷേ ഇതുവരെ കയറിയിട്ടില്ല. ഈ കയ്യാല ഇങ്ങോട്ട് ഇവിടെ ഇതൊരു കയ്യാലയാണല്ലോ, ഇത് കയറിയാലേ നമ്മളെ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഇത് കയറിയിട്ടില്ല, കാരണം തള്ളയും അതുങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെ കിടപ്പാണ്. നമ്മളെന്നെ ചെയ്യാനാ? ഇവിടെ വന്നാൽ വല്ലതും കൊടുക്കാന്നുള്ളൂ. പക്ഷെ അമ്മമാർക്ക് വിശപ്പില്ലായിരിക്കും, അതുകൊണ്ടല്ല അമ്മമാർ വരാത്തേ. വിശക്കൊന്നുണ്ടേ വരുമല്ലോ, കാരണം ഇവിടെ കൊടുത്തോണ്ടിരുന്നല്ലേ തീറ്റ. അഹങ്കാരം അഹങ്കാരം. ആ ഭാഗത്ത് നിൽപ്പുണ്ട് ഉണ്ടോ? തള്ളയുണ്ട്, ഒരു ചുമപ്പുണ്ട്, ഒരു കറുപ്പുണ്ട്, വെള്ളയുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കാല് വയ്യാത്തവൻ അപ്പുറത്തെ കണ്ട് കിടന്ന് കരയുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട് സ്പോട്ടിൽ, പക്ഷെ ഇവിടെ വരുന്നില്ലെന്നേ ഉള്ളൂ. അമ്മമാർ കിടപ്പ് അങ്ങോട്ടങ്ങാണ്ട് മാറ്റി. അമ്മമാരിൽ അവിടെ കിടന്ന് ഭയങ്കര കളിയും പിടിയൊക്കെ കണ്ടോ. ജയമ വന്നടി, അവള് വീട്ടിൽ ചെന്നടി, നീ അറിഞ്ഞില്ലല്ലോ. അവള് വീട്ടിൽ വരെ പോയി. സിംബ വാ, സിംബ ബാ. അവനായേ അറിയാൻ വയ്യായിട്ടൊന്നുമല്ല, വാന്ന് വിളിച്ചാലോ പോന്ന് കയറുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയാം. പക്ഷെ അനുസരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ് പുള്ളിക്ക്. നമ്മൾ ഇച്ചിരി ബലം പിടിച്ചാലേ അനുസരിക്കുള്ളൂ. ആരെ നോക്കുക? അവൻ പോയി, അവനോട് പോയി മര്യാദയ്ക്ക് കിടപ്പുണ്ട്, നിന്നെപ്പോലൊന്നുമല്ല. ഇവിടെ പോവാടേ, ബാ. ഇവിടെ ലേബർ കോഡിന്റെ കേസ് വന്ന ഇവന് ഇവിടെ നടന്നിട്ടില്ല. ഇപ്പൊ ലേബർ കോഡ് മൊത്തം യൂണിക് ആക്കി, എല്ലാ ബ്രാഞ്ചും യൂണിക് ആക്കിയത് കാരണം. അത് ഇവിടെ അതിനിടയ്ക്കൊരു എന്നിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ മിക്കവാറും ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതായാലും 24 കിലോമീറ്റർ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇവിടെ. എനിക്കും വീട്ടിൽ നിന്ന് അങ്ങോട്ട് 24 കിലോമീറ്റർ അല്ലേ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പോകത്തുള്ളൂ. എനിക്ക് വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. എനിക്ക് അവിടെ വിചാരിച്ചോട്ടെ, എനിക്ക് ഞാൻ അത്യാവശ്യം സെറ്റായി. പക്ഷേ എനിക്കൊരു ടൂള് തരാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നും കഴിച്ചില്ലായിരുന്നു. ഞാനിവിടെ കഷ്ണം ഏറ്റവും കുറച്ച് കഴിക്കുന്ന ആള്. ചേച്ചന്റെ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കുന്നു. സിംബ സിംബ നല്ല മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തങ്കപ്പെട്ട മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം എത്ര? 7:30യോ 7:30 ആയി. ഇപ്പോൾ നല്ലതേ മഴ പെയ്യുന്നു. ചേട്ടാ അതേ പോയിട്ട് വന്നിട്ടുണ്ട്, എവിടെയോ പോയിട്ട് വന്നേക്കുവാ. എന്തിനും കാണിക്കണം, പാവം വെച്ചു ഉണ്ണിയാണോ എന്നെ ഓടിക്ക് പോന്നേ? അപ്പം രാജേട്ടൻ എന്തേ? അപ്പൊ നീ കൊണ്ട് വെച്ചില്ലേ? ഓ തരാം 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 തരാം. നിൽക്കേ, മഴയൊന്ന് കാണിച്ചോട്ടെ. ശരി. നനഞ്ഞു പോണോ? അവനോടുണ്ട്.
അവന്റെ അമ്മാവനെ പറഞ്ഞാണ് പറഞ്ഞത്. എന്റെ പൊന്നമ്മ കിടുക്ക മഴ. പെട്ടെന്ന് ഒരു മഴ പെയ്തു. മറ്റേ പുള്ളി മേളിൽ കയറി കുത്തി ഇങ്ങോട്ട്. വെള്ളം കയറുന്നുണ്ട്, ടാങ്കി വീഴുന്നുണ്ട്, കുളത്തിൽ വീഴുന്നുണ്ട്. അതെല്ലാം മാറ്റി കാണും. വീഴുന്നുണ്ട് ഇപ്പം നല്ലപോലെ. ഈ ആ ജയചാച്ചനെയാണ് ഞാനും തന്നെ ഇട്ടിട്ട് വന്നേക്കാം. അപ്പോൾ ഇപ്പോൾ പൊക്കോട്ടെ. അവിടെയാണോ പോയോ? ആ എന്നാ ഓക്കെ. ചമ്മമ്മേ എങ്ങനെയുണ്ട് ചമ്മമ്മ വിശേഷമൊക്കെ? സുഖമാണോ? നീ എന്നാലും അങ്ങനെ പറഞ്ഞ് കേൾക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. നടക്കുകയല്ലേ അപ്പോൾ ഇവള് ജയ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. മാറാം എന്നൊക്കെ. ആ മാറി ഞാൻ മാറിയിട്ടുണ്ട്. ചെയ്തോളാൻ. നീ പറഞ്ഞ പോലെ ചാരാണി പറഞ്ഞ കേട്ടോ. ഇത് ഞാൻ മാറി, നിങ്ങൾ ചെയ്തോളാൻ. എടി ജയച്ചാച്ചനില്ലേ? പരീക്ഷ ഉണ്ടോ? ആ പണി കിട്ടി. അതിനെ ഞാൻ വന്നത്. പിന്നെ മറ്റേ കഥ ചോദിച്ചതാ. അത് അമ്മയുടെ വേണ്ടത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. 3 എണ്ണം കൊണ്ടുപോ. ജയചന്ദ്രൻ്റെ മോൻ മൊത്തം പരിശോധിച്ചോ? എല്ലാം കിട്ടിയോ? വെളിയിൽ പോയല്ലോ? ഇല്ലല്ലേ? ഡൈവോഴ്സ് ചെയ്യാം നമ്മളെ പറ്റിയല്ലെങ്കിൽ. പിന്നെ ഞങ്ങൾക്ക് നിർത്താം. ഒരാഴ്ച കഴിഞ്ഞോട്ടെ. മറ്റേ കർമ്മം ഒന്ന് തീർന്നോട്ടെ കാക്കമ്മേനെ. അതോടെ ഞാൻ നിർത്താം.